ഷാനിക്ക ഇവന് നല്ല അടി കിട്ടാറുണ്ട് കേട്ടാ. അച്ഛൻ്റെ അമ്മയുടെ കയ്യിന്ന് ഇടയ്ക്കൊരു അടി കിട്ടിയ ഒരു കഥ പറഞ്ഞായിരുന്നല്ലോ. അത് കുരുത്തക്കേടാണ്. ഇതുപോലൊരു കുരുത്തം കെട്ട. ഇത് രണ്ടും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം മറ്റേ ജുബ്ബൊക്കെ ഇട്ടിങ്ങനെ നോക്കണ്ട. എത്ര അടി കിട്ടിയിട്ടുണ്ടാവും ഈ പ്രായത്തിലൊക്കെ നമ്മള് കുരുത്തക്കേട് കളിച്ചില്ലെങ്കിൽ പിന്നെ എപ്പ കളിക്കാം. എന്തായിരുന്നറിയോ, ഞാനൊരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോയി. പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോയോ? ഞാൻ ഒരു പ്ലേ ബാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. ഇങ്ങനെ സ്പോഞ്ചസ് വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കുറച്ച് ഞുള്ളിപ്പറിച്ച് താഴെ ഇട്ടു. അയ്യോ, ബോറടിച്ചപ്പോൾ അത് ഞുള്ളിപ്പറിച്ച് താഴെ ഇട്ടു. വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ എന്നെ വിളിച്ചു, ഇനി വന്നേ തല്ലുവെന്ന് ഞാൻ ചോദിച്ചപ്പോ തലത്തില്ലാന്ന് പറഞ്ഞിട്ട് ആ ഒരു ചുരോടി ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് എന്റെ കാലിന് ഒറ്റ ഒരാഞ്ഞൊരടി. എന്നിട്ട് കാല് പൊട്ടി. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ത്രില്ല. എല്ലാവർക്കും സങ്കടമായിട്ട് ഞങ്ങളെല്ലാവരും ഐസ്ക്രീം കഴിക്കാൻ പോയി. സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് കയറി കിടന്ന് ഉറങ്ങി. അങ്ങനെ എല്ലാത്തിനോടും പുറത്തു. സത്യം പറഞ്ഞാൽ ആ സൗണ്ട് എഞ്ചിനീയറിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട അടിയാ അച്ഛൻ തന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതിന് സൗണ്ട് എഞ്ചിനീയർ എന്റെ കീബോർഡ് സാറാ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. സാറിന് പറ്റില്ലല്ലോ സ്റ്റുഡിയോ. ആ അതെ, എന്റെ അച്ഛന്റെ ഫ്രണ്ടാ. അതുകൊണ്ടാണോ നശിപ്പിച്ചത്? അതാണ് അച്ഛൻ തല്ലിയത്. അന്റെ കരഞ്ഞോ തല്ലിയിട്ട്? കരഞ്ഞു. തല്ലിയ പിന്നെ വേദനെടുക്കുമ്പോ പിന്നെ കരയില്ലേ? അത് ശരിയാ. പഠിക്കോ നന്നായിട്ട്? അടി കൊണ്ടിട്ടുണ്ടാടാ ചെറുപ്പത്തില്? ഹരിശങ്കർ ചേട്ടനെ എനിക്ക് സംശയമില്ല, പക്ഷെ ഷാനങ്കിളിനെ പോലെ തന്നെ ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇതൊന്നും നുള്ളിപ്പറിച്ച് കളയാറൊന്നുമില്ല. എനിക്കറിയാം. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞിലത്തെ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്ട് പറയട്ടെ. കണക്ക്. അതൊരു കണക്കായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമേ അല്ല കണക്ക്, പക്ഷെ എനിക്ക് കൂട്ടാനും കുറയ്ക്കാനും ഇൻഡു ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. നല്ല കണക്കായി പോയി. ടീച്ചർമാരുടെ അടി കിട്ടാറുണ്ടാ? ഇല്ലടാ, ഇപ്പൊ അടിക്കാൻ പറ്റൂല. ദുബായിൽ പഠിക്കാൻ പറ്റൂല. ഇപ്പൊ അടിക്കാൻ പറ്റില്ല. അതല്ലേ പിള്ളേർക്ക് ഇത്ര മാത്രം ഇത്. പണ്ടെല്ലാം നമുക്ക് നല്ലോണം കിട്ടിയേനു. നല്ല അടി അവിടെ ചൂരോടിയില്ല. പക്ഷേ ഞങ്ങളുടെ മാത്സ് ടീച്ചർ ഇച്ചിരി പ്രശ്നമാ. എന്താന്നറിയോ? ഹലോ, നമുക്ക് പാട്ട് പാടണ്ടേ? പാടണം. പക്ഷെ ആ പുള്ളിക്കാരി ഇച്ചിരി ടീച്ചർമാരെ പറ്റി അങ്ങനെ ഒന്നും പറയാൻ പാടില്ല കേട്ടോ. അല്ല, തിരിച്ചിട്ട് ദുബായിലേക്ക് അതേ സ്കൂളിൽ തന്നെയല്ലേ പോണ്ടത്? ഒന്ന് ആലോചിച്ചോക്കിയ ടീച്ചർ ഞാൻ അടുത്ത ക്ലാസ് ആവും, നാലാമത്തെ ക്ലാസ്സിലാവും. അടുത്ത സ്കൂളാവുന്നാണ് എനിക്ക് തോന്നുന്നത്.